ഹായ് ഹലോ ടടാൻ ടടേൻ. ഇതൊക്കെ എന്ത് അമ്മാ നല്ല ചുവ നല്ല ചുവ. ആരും ചെയ്തത് അപ്പോൾ വൈറലായിട്ടുള്ള ഒരു ലിപ് പ്ലംബിങ് ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോകാം കേട്ടോ. ചില്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ കൺഫ്യൂഷനിലാണ് കേട്ടോ. നോർമൽ ചില്ല് എടുക്കണോ അതോ മത്തമുളക് അല്ലെങ്കിൽ ഉണ്ടമുളക് എടുക്കണോ എന്ന് വിചാരിച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ കുറേ പേര് നോർമൽ ചില്ല് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ ചില്ലി കളഞ്ഞ് നമുക്ക് ഉണ്ടമുളകിൽ തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നോർമൽ ചില്ലിയേക്കാളും ഇത്തിരി കൂടുതൽ സ്പൈസി കൂടുതലായിരിക്കും ഈ ഒരു മത്തമുളകിന്. അപ്പോൾ നമുക്കിത് തന്നെ വെച്ച് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. ഇത് കുറേ പേര് പണ്ട് കുറേ യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ അന്നേ വിചാരിച്ചിട്ടുള്ളതായിരുന്നു ഇതൊക്കെ എനിക്ക് ചെയ്യണം, എന്താ പറയുക, ചെയ്യാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി കേട്ടോ. അതായത് അപ്പോഴേ തന്നെ എനിക്ക് എരിഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ. കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഞാൻ തേക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഞാനാണെങ്കിൽ വലിയ കാര്യത്തിൽ ചലഞ്ച് ഏറ്റെടുത്ത് പോവുകയും ചെയ്തു. ഇനി ഇത് ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് വേറൊരു സമാധാനക്കേടായിട്ട് മാറും കേട്ടോ. അതായത് ആ മുളക് ടച്ച് ചെയ്യണേക്കാൾ മുന്നേ തന്നെ എനിക്ക് ഒരു എരിച്ചിൽ കിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത്. വളരെ ടൈം എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ച് ഞാനത് അപ്ലൈ ചെയ്തു കേട്ടോ. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്തപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. കൂളായിട്ട് അത് സ്പ്രെഡ് ചെയ്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് വന്ന് തുടങ്ങിയ കേട്ടോ, ആ ഒരു സ്പൈസിയുടെ. പിന്നെ ഇരിക്കണോ പറക്കണോ നടക്കണോ കിടക്കണോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ദയവ് ചെയ്ത് ഈ കുഞ്ഞു കുട്ടികളൊന്നും ഈ ഒരു പരീക്ഷണത്തിന് നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നല്ല എരിച്ചിലുണ്ട്. പിന്നെ ഹാക്ക് പറഞ്ഞ പോലെ കറക്റ്റായിട്ടുണ്ട്. നല്ല പ്ലംബിങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ നടക്കുന്നതെല്ലാം യാന്ത്രികമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. അത്രയ്ക്കും എരിച്ചിലൊക്കെ തോന്നി. പിന്നെ ഞാൻ ഒരു 10-15 മിനിറ്റോളം ഞാൻ ഹോൾഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോൾഡ് ചെയ്തപ്പോഴാണ് കൂടുതലായി പ്ലംബിങ് ആയിട്ട് വന്നത് നമ്മുടെ ലിപ്പ്. ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല പ്ലംബി ആയിട്ട് നല്ല എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടു. ഈ ഒരു ഹാക്ക് നല്ലതാണെന്ന് ചോദിച്ചാൽ ഇത് ഒട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയ്ക്ക് ത്യാഗം സഹിച്ച് ഇങ്ങനെ ഒരു ലിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഹാക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ചുണ്ടൊന്ന് വെള്ളത്തിൽ മുക്കി വെച്ച് നോക്കി. എന്നിട്ടും വലിയ കാര്യമുണ്ടായിരുന്നു. കാരണം ഞാൻ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം വെച്ചിരുന്നില്ല. പിന്നെ നൈസായിട്ട് തുടച്ച് കളഞ്ഞ്. എന്നാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും അനുകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.